എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗോഡ്സ് ഓൺ SD എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ദിവസം POV വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്തുനിന്നൊരു 3-4 കിലോമീറ്റർ ദൂരെ മായന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ടെക്നിക്കലി ഒറ്റപ്പാലത്ത് 4 കിലോമീറ്റർ ദൂരെ ഉള്ളൂ വെച്ചാലും ഇത് തൃശ്ശൂർ ജില്ലയിലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല നാലുപുറം വലിയ കാര്യമായിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു ലൊക്കേഷൻ തപ്പി വന്നാൽ അപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഈ വണ്ടിയുടെ ചെറിയ ഡീറ്റെയിൽസ് തരാമെന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് വിചാരിക്കുന്നത് 87 മോഡൽ CL2 ആണ്. ഫുള്ളി റെസ്റ്റോറേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. നമ്മുടെ ഇത് ഏത് വർക്ക്ഷോപ്പിലാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെക്കാനിക്കിനെ നിങ്ങൾ അറിയില്ലായിരിക്കും, പക്ഷേ വർക്ക്ഷോപ്പ് നിങ്ങൾ അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ജയറാമേട്ടൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമേട്ടൻ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിലാണ് ഈ വണ്ടി പണിത്. ഞങ്ങളുടെ അവിടെ ദൈവങ്ങളുടെ വർക്ക്ഷോപ്പ് എന്ന് പറയും. ആ മെക്കാനിക്കിൻ്റെ പേര് ഗണപതി എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിന് ഗണേട്ടൻ എന്നാണ് പറയുക. ആ ഗണേട്ടനാണ് ഈ വണ്ടി റീസ്റ്റോർ ചെയ്തത്. നല്ല ഫസ്റ്റ് ക്ലാസ് മെക്കാനിക്കാണ്, പക്ഷേ വളരെ സമയമെടുക്കും. അപ്പോൾ എനിക്ക് ഈ വണ്ടി തന്നെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 10 മാസം എടുത്തു എനിക്ക് വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാൻ. വണ്ടി എടുത്ത സമയത്ത് അത്ര നല്ല കണ്ടീഷനൊന്നും അല്ലായിരുന്നു. നല്ല കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് കോട്ടയത്താണ് വണ്ടി എടുത്തത്. അത് പുള്ളിക്കാരൻ നമുക്ക് ഓടിച്ച് കൊണ്ടുവന്നു, 200 കിലോമീറ്റർ ഓടിച്ച് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നി വണ്ടി കണ്ടീഷനായിരിക്കും, അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ വണ്ടി എടുത്ത് കൊണ്ടുവന്ന് നോക്കി നമ്മൾ റീസ്റ്റോർ ചെയ്യാമെന്ന് വെച്ചാൽ അയച്ചു നോക്കുന്ന സമയത്താണ് പിസ്റ്റൻ്റെ ഉള്ളിലടക്കം അലുമിനിയം വെൽഡിങ് ആയിരുന്നു. വണ്ടി ജസ്റ്റ് ഓടുന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാറ്റാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. അങ്ങനെ വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് അതിന് ശേഷം അഴിച്ചു നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അഴിക്കാനും എല്ലാ സാധനങ്ങളും മാറ്റാനുള്ളതുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഹബ്ബൊക്കെ കോഴിമുട്ട ഷേപ്പിൽ ഓവൽ ഷേപ്പിലുണ്ടായിരുന്നു. അതിലൊക്കെ സ്ലീവ് ഇറക്കേണ്ടി വന്നു. അതേപോലെ സിലിണ്ടറിൻ്റെ ഷേപ്പും ഓവൽ ഷേപ്പിലായിട്ടുണ്ടായിരുന്നു. പിസ്റ്റൺ ഒറിജിനലിനെ വാങ്ങി വെച്ചു. കമ്പനിയുടെ IPL എന്ന് പറയുന്ന പിസ്റ്റണാണ് വാങ്ങി വെച്ചത്. പിന്നെ എല്ലാ സാധനങ്ങളും അടിസ്ഥാനമായിട്ട്, അതുപോലെ സെലക്ടർ റാഡിൻ്റെ ഒരു അറ്റമൊക്കെ തേഞ്ഞ് കിടക്കുകയായിരുന്നു. അതൊക്കെ വെൽഡ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. അതുപോലെ സ്പ്രോക്കറ്റിൻ്റെയൊക്കെ ടീത്ത് പോയി കിടക്കായിരുന്നു. അതൊക്കെ വെൽഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടി വന്നു. ഫുള്ളി റീസ്റ്റോർ ചെയ്യേണ്ടി വന്ന വണ്ടിയാണ്. പക്ഷേ പെയിൻറ്റിങ്ങിൽ നല്ലൊരു പെയിൻറ്ററെ കിട്ടാത്തതുകൊണ്ട് പെയിൻറ്റർ നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് വണ്ടി അത്ര ക്വാളിറ്റി തോന്നാത്തത്. പെയിൻറ്റിങ്ങിൻ്റെ മെക്കാനിക്കലി പെർഫെക്റ്റ് വണ്ടിയാണ്. ആ രീതിയിലാണ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതാണ്. ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ റീസ്റ്റോർ ചെയ്തെന്ന് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഇടാം. നമ്മൾ എന്തൊക്കെ റീസ്റ്റോർ ചെയ്തു, എന്തൊക്കെ മാറ്റിയില്ല എന്ന് പറയായിരിക്കും എളുപ്പം. കാരണം അത്രയും മാറ്റേണ്ടി വന്ന എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വന്നതാണ്. ഈ ഫുഡ് റെസ്റ്റ് തൊട്ട് സൈലൻസർ മാത്രം വണ്ടി കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന അതേ സൈലൻസർ തന്നെയാണ്. അതിലും പെയിൻറ്ററുടെ കഴിവ് നമുക്ക് ഈ സൈലൻസർ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ വാട്ടർ സർവീസ് ചെയ്താണ്. അവരുടെ വാട്ടർ സർവീസ് ജെറ്റിൻ്റെ പ്രഷറിൽ പെയിൻറ്റ് ഇളകിപ്പോയി. അതുപോലെ ഈ ബെൻ ഡ്രൈവിലൊക്കെ പെയിൻറ്റ് ഇളകിപ്പോയി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അത്രയാണ് പെയിൻറ്റിങ്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ഫാക്ടറി ഒറിജിനൽ കണ്ടീഷനിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഈ കണ്ണാടി, ഈ പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ്, അത് ചാവില്ലാത്ത അടപ്പാണ് നമ്മുടെ SD വരിക. അത് SD ചാവിയെ പറ്റി അറിയണവർക്ക് അറിയാം, അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരുവിധം ഫാക്ടറി കണ്ടീഷനിൽ നിന്ന് റീസ്റ്റോർ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഒരുപാട് നമ്മുടെ ഈ വിൻറ്റേജ് വണ്ടികളൊക്കെ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കസ്റ്റമർ കെയർ സർവീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാങ്ങിയ സാധനങ്ങളെല്ലാം അതിൽ യൂസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. എനിക്ക് ഒരുപാട് ഈ മീറ്റർ കേബിളുകളും സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ കയ്യിലിപ്പോൾ കേബിളുകൾ തന്നെ 4-5 ജോഡി ഇരിക്കുന്നുണ്ട്. മറ്റേ ക്ലച്ച് കേബിള്, സ്പീഡോമീറ്റർ കേബിളൊക്കെ. ഒന്നല്ലെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് നീളം അധികമുള്ള സാധനം കിട്ടും, അല്ലെങ്കിൽ 1/2 ഇഞ്ച് നീളം കുറവായിരിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, ആരുടെ കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല, അവരത് റിട്ടേൺ എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇങ്ങനത്തെ വിൻറ്റേജ് വണ്ടികൾ നിങ്ങൾ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു മെക്കാനിക്ക്, ഇങ്ങനത്തെ വിൻറ്റേജ് വണ്ടികളിൽ പണിഞ്ഞൊരു മെക്കാനിക്ക് നിങ്ങളുടെ അയൽപ്പക്കത്ത് എവിടെയെങ്കിലും വേണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു നല്ല മെക്കാനിക്കായിരിക്കണം. പിന്നെ ഇത് പോയി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷമ വേണം. വിൻറ്റേജ് വണ്ടികൾ, അത് SD ജാവ പ്രത്യേകിച്ചും. ക്ഷമ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരുക്കം ചില മാസങ്ങൾക്കുള്ളിൽ വണ്ടി വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വണ്ടി വെറുത്തു പോകും, അക്ഷരാർത്ഥത്തിൽ വെറുത്തു പോകും. ഇത് പോയിൻ്റ് വണ്ടിയാണ്. CDI വണ്ടിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പോയിൻ്റ് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും. പോയിൻ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്.
ആ സെറ്റിങ് കൃത്യമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ തരാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് പോയിൻ്റ്. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിച്ചോളുക. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ഈ വണ്ടിയെ പറ്റി പറയാനുണ്ടായിരുന്നു, എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നില്ല. ഞാനത് ഇതിന് വീഡിയോൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യണം വിചാരിച്ചല്ല, പിന്നെ ജസ്റ്റ് POV വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ്. വണ്ടി സെയിലിനുള്ള വണ്ടിയല്ല, ആ കമൻസ് ആരും ചെയ്യണ്ട. വണ്ടി വിൽക്കാനുള്ളതല്ല. ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും തരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. എത്ര ബുദ്ധിമുട്ടാണ് റീസ്റ്റോർ ചെയ്യാൻ. നമ്മളൊരു വിൻറ്റേജ്, നമുക്ക് പാർട്സ് കിട്ടില്ല. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ടറിയില്ല. എന്തെങ്കിലും ചെറിയൊരു പാർട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇപ്പോൾ ഇതിന് തന്നെ ഞാൻ പാർട്സ് കിട്ടാൻ വേണ്ടി കുറേ സാധനങ്ങൾ പാലക്കാട്, കുറേ തൃശ്ശൂർ, കുറേ കോയമ്പത്തൂർ അങ്ങനെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പാർട്സൊക്കെ ഇതിന് ഒരുക്കിയത്. അറേഞ്ച് ചെയ്തത് അങ്ങനെയാണ്, പല സ്ഥലത്തു നിന്നാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംശയം മാറ്റിത്തരാം. ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല ഇതിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇങ്ങനൊരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, SDO ജാവ പ്രത്യേകിച്ചും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങിയതൊരു 5-10 കൊല്ലമായിട്ടെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റിയ പോലത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റും. എനിക്ക് അതുകൊണ്ടല്ല പറ്റിയത്. ഞാൻ ഓൾറെഡി OLXൽ ഫോട്ടോ കണ്ട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ആൾ വണ്ടി വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ടാണ്. പിന്നെ നമ്മൾ വാക്ക് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അതിനുശേഷം എൻ്റെ നാട്ടിൽ തന്നെയുള്ള വേറൊരു പയ്യൻ ഇതുപോലെ എൻ്റെ SD കണ്ടിട്ട് എൻ്റെ വണ്ടി കൊടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടത്. അവൻ എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വണ്ടി എടുത്തു. 1 ലക്ഷം കൊടുത്ത് വണ്ടി എടുത്തു. അത് എൻ്റെ വണ്ടി ഏത് കണ്ടീഷനിലാണെന്ന് അതിനേക്കാട്ടിലും മോശം കണ്ടീഷനാണ് അവൻ്റെ വണ്ടി. അങ്ങനെ എടുത്ത വണ്ടിയാണത്. ഞാനത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, ഒന്നുമില്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ കൂട്ടി പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ട്, അവർ SD ജാവ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബൈക്കുകൾ യൂസ് ചെയ്തിരിക്കേണ്ട കുറേ കാലങ്ങളായിട്ട് ചില അവരെ കൂട്ടി പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല അബദ്ധം പറ്റും. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഫുള്ളായിട്ട് കേട് വന്ന് ഡെഡ് സ്റ്റോപ്പ് ആവണതിൻ്റെ 1 സെക്കൻഡ് മുന്നേ വരെ വണ്ടി കുഴപ്പമില്ലാതെ ഓടും. നമുക്ക് പറയാൻ പറ്റില്ല. SDയുടെയും ജാവയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല നമുക്ക് വണ്ടി ഏത് കണ്ടീഷനാണ്. ജസ്റ്റ് പുറമേ നോക്കിയിട്ട് നമുക്ക് ഒരു രീതിയിലും പറയാൻ പറ്റില്ല വണ്ടിയുടെ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിച്ച് പരിചയമുള്ളവരെ കൂട്ടി പോവുക, എന്നിട്ട് വേണം വണ്ടി എടുക്കാൻ. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിലിൻ്റെ, സാധാരണ നമ്മൾ വണ്ടി എടുത്ത് ഫുള്ളി എൻജിൻ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 ml തൊട്ട് 50 ml വരെ, 1 ലിറ്റർ പെട്രോളിന് 40 ml തൊട്ട് 50 ml വരെ നമ്മൾ ആഡ് ചെയ്യണം ഓയിൽ. അതിനുശേഷം ഒരു 5000 കിലോമീറ്ററൊക്കെ ഓടിയതിന് ശേഷം നമുക്കത് 25-30, അത് ഓരോ വണ്ടി ഓരോ പോലെയാണ്. ഓരോ കുതിരയുടെ ഉടമസ്ഥനെ ആ കുതിരയെ പറ്റി അറിയുള്ളൂ പറഞ്ഞ പോലെ ഓരോ വണ്ടി ഓരോ പോലെയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഞാനത് റീസ്റ്റോർ ചെയ്ത സമയത്ത് 40 ml കണക്കിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 25ലേക്ക് എത്തിച്ചു. എൻ്റെ വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ 40 ml 45 ml പെർ ലിറ്റർ എന്നുള്ള കണക്കിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഞാൻ ഒരുവിധം എടുത്ത് ഈ January 26 നമ്മൾ റെസ്റ്റോറേഷൻ കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയതാണ്. അന്ന് തൊട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു 6 മാസമായി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു 25-30 ml പെർ ലിറ്റർ എന്നുള്ള കണക്കിലാണ് ഓടുന്നത്. അപ്പോൾ അത് നിങ്ങളെ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. വണ്ടി നോക്കിയെടുക്കുക. എടുത്തതിന് ശേഷം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നല്ല മെക്കാനിക്കിനെ കണ്ടുപിടിക്കുക. പിന്നെ അത്യാവശ്യം പാർട്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കുക. സ്പെയർ പാർട്സ് കിട്ടുമ്പോൾ ഏതൊക്കെ സമയത്ത് നമുക്ക് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് പാർട്സ് വാങ്ങി സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതുപോലെ അത്യാവശ്യം ഒരു സാൻഡ് പേപ്പർ, ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലഗ് സ്പാനർ, അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളുടെ വണ്ടി കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ലോങ് റൈഡ് പോകുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വണ്ടി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വഴിയിൽ പണി തരാൻ ചാൻസ് ഉണ്ട്. നല്ല മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഒരുവിധം നല്ല മെക്കാനിക് ആണെന്ന് നമ്മളെ വണ്ടി അങ്ങനെ ചതിക്കില്ല, എവിടെയും നിർത്തില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണത്. പോയിൻ്റ് വണ്ടിക്കാണ് ഞാൻ ഈ പ്രശ്നം പറയണത്. CDI വണ്ടിയാണെന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. ഓൾമോസ്റ്റ് എപ്പോഴും ഫസ്റ്റ് കിക്കിൽ സ്റ്റാർട്ടായിരിക്കും. അതുപോലെ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണ്. വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണ് CDI വണ്ടി. പോയിൻ്റ് വണ്ടികൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എനിക്കിപ്പോൾ അറിയാവുന്ന ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ പറഞ്ഞെന്ന് വിചാരിക്കണം. ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.